എടപ്പാൾ മാണൂർ നടക്കാവിൽ മലിനജലം തള്ളി കടന്നുകളഞ്ഞ ടാങ്കർ ലോറി കുറ്റിപ്പുറത്ത് വെച്ച് പൊന്നാനി പോലീസ് കസ്റ്റഡിയിലെടുത്തു. 10 ദിവസം മുൻപാണ് പ്രദേശത്ത് മലിനജലം തള്ളിയത്. നാട്ടുകാരുടെ നിരീക്ഷണത്തെ തുടർന്നാണ് പോലീസിന് ലോറി കസ്റ്റഡിയിലെടുക്കാനായത്. 10 ദിവസം മുൻപാണ് എടപ്പാൾ മാണൂർ നടക്കാവിൽ പഴയ രാജസ്ഥാൻ മാർബിൾസ് പ്രവർത്തിച്ചിരുന്ന സ്ഥലത്ത് ടാങ്കർ ലോറിയിലെത്തിച്ച മലിനജലം ഒഴുക്കിക്കളഞ്ഞത്. നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ വാഹനവുമായി രക്ഷപ്പെടുകയും ചെയ്തു. സ്കൂളും ഹോട്ടലുകളും അടക്കമുള്ള വ്യാപാര സ്ഥാപനങ്ങളും പ്രദേശത്തിനോട് ചേർന്ന് പ്രവർത്തിച്ചു വരുന്നുണ്ട്. നമ്മൾ രാവിലെ 6 മണിക്ക് പാസ് എടുപ്പ് പോകുമ്പോൾ സ്മെല്ലുണ്ട്. ഞാൻ ഒരുപാടൊക്കെ ചോദിച്ചു എന്താ മണം വരുന്നത് തന്നെ ചോദിച്ചാണ്. അപ്പോൾ വേസ്റ്റ് വണ്ടി പിടിച്ച് സർക്കാരുമായിട്ട് പോലീസ് ഏൽപ്പിച്ചിട്ടുണ്ട്. അത് സത്യമായ നടപടി എടുക്കുക, അല്ലെങ്കിൽ പഞ്ചായത്തിൽ പോയിട്ട് മറ്റേ സ്റ്റേഷനിൽ പോയിട്ട് പൈസ കൊടുത്തിട്ടുണ്ട്. അതിന് ഭീഷണിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതിനുള്ള കാര്യം സർക്കാരുമായിട്ട് ചെയ്യാൻ പറ്റും ചെയ്യാം. ഓക്കെ. മഴ പെയ്തതോടെ നടക്കാവ് ജംഗ്ഷനിൽ രൂക്ഷ ദുർഗന്ധം ഉയരുകയും മഴവെള്ളത്തിനൊപ്പം മലിനജലം ജനവാസ മേഖലയിലേക്ക് ഒഴുകിയെത്തുകയും ചെയ്തു. ഇതേ തുടർന്ന് പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ നാട്ടുകാർ പരാതിപ്പെടുകയും പ്രദേശത്ത് നിരീക്ഷണം ഏർപ്പെടുത്തുകയും ചെയ്തു. ഏതാനും ദിവസം മുൻപ് ടാങ്കർ ലോറി മാണൂരിൽ നിർത്തിയിട്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട് പ്രദേശത്തെ യുവാക്കൾ ചോദ്യം ചെയ്തതോടെ യുവാക്കളെ ആക്രമിച്ച് മലിനജലം തള്ളാൻ എത്തിയവർ വാഹനവുമായി രക്ഷപ്പെട്ടു. ഇവിടെ 500ഓളം കുട്ടികൾ പഠിക്കുന്ന സ്കൂള്, അതുപോലെ തന്നെ 100 കണക്കിന് വീടുകളുള്ള ഈ പ്രദേശത്ത് വേസ്റ്റ് വെള്ളം അടിച്ചിട്ട് അങ്ങാടിയിലാകെ പരക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് പൊന്നാനി സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇത് പിറ്റത്തെ ദിവസം പിടിക്കാൻ ചെന്ന 1-2 വ്യക്തികളെ ഈ വണ്ടിയിലുണ്ടായിരുന്ന ഡ്രൈവറും ഇവരൊക്കെ മർദ്ദിച്ച് അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുമായി സംബന്ധിച്ചിട്ട് പൊന്നാനി സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കുറ്റിപ്പുറത്ത് വെച്ച് ലോറി കണ്ടെത്തിയതോടെ പൊന്നാനി പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് എത്തി മലിനജലം തള്ളി കടന്നുകളഞ്ഞ ടാങ്കർ ലോറിയാണെന്ന് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. കുറ്റിപ്പുറം സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ലോറിയാണിതെന്നും വ്യാജ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ചാണ് ലോറി ഓടിച്ചിരുന്നതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. NCV ന്യൂസ് എടപ്പാൾ. പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ എടപ്പാളിലും. ഡൽഹി, കൊൽക്കത്ത, ബോംബെ, സൂറത്ത്, അഹമ്മദാബാദ്, ഈറോഡ്, തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു. ഈ വിറ്റഴിക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം. ആദ്യമെത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു. വസ്ത്രമഹാത്ഭുതം, എടപ്പാളയം ഗ്രൗണ്ട്, ഗ്രാൻഡ് ദുബായ് മാൾ എതിർവശം, തൃശൂർ റോഡ്, എടപ്പാൾ.